ഗൈസ്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു വ്ളോഗ് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. കാര്യം കുറേ നാളെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗൊന്നും വരാത്ത എന്താണ്, നമ്മളിതുവരെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വ്ളോഗ് വരാത്തത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത്രയും നാൾ ഞാൻ പലവിധ കാര്യങ്ങളിലുള്ള പ്ലാനിങ്ങിലും ഇതിലൊക്കെ ആയിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ബിക്കോസ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഈ വ്ളോഗിൽ എനിക്ക് ചെയ്യാനായിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ, ഐ എം കാർത്തിക് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്താണെന്നറിയില്ല, കുറേ നാൾ കഴിഞ്ഞ് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് എവിടെ പറഞ്ഞു തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു യാത്ര പോകാൻ പോവുകയാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി സംഭവവികാസങ്ങൾ നടന്നു. നമ്മൾ വീടൊക്കെ മാറി. ഇപ്പം ഞാൻ ഉള്ളത് നമ്മൾ പുതിയതായിട്ട് താമസിക്കുന്ന കാക്കനാടുള്ള ഫ്ലാറ്റിലാണ്. നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വീടൊക്കെ മാറി. അപ്പം ഒരുപാട് കാര്യങ്ങളിൽ ബിസിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളുടെ യാത്രയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർനാഷണൽ യാത്രകൾ 3 നടത്തിയിരുന്നു. നമുക്ക് പലപ്പോഴും ആസ് യങ്സ്റ്റേഴ്സ് യാത്ര ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മിക്കപ്പോഴും കിട്ടാറുണ്ട്. അപ്പം നമ്മളെങ്ങോട്ട് യാത്ര പോകുമ്പോഴും പോയിട്ട് വാ മോനെ അല്ലെങ്കിൽ പോയിട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനുഗ്രഹിച്ച് വിടുന്ന 2 ടീംസ് വീട്ടിലുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ പാരൻസാണ്, അച്ഛനും അമ്മയാണ്. പക്ഷേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കും പിന്നെയും ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും കിട്ടാറുണ്ട്, അവരുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. പക്ഷേ രണ്ടാമത്തെ ആൾക്കാർ, അനുഗ്രഹിച്ച് വിടുന്ന രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാൻഡ് പാരൻസാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളുടെ ഗ്രാൻഡ് പാരൻസിന് സത്യം പറഞ്ഞാൽ ഒട്ടും ട്രാവൽ ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അവർ നമ്മളോട് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും കാര്യമായിട്ട് പറയാറുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നത്. എൻ്റെ അമ്മാമ്മ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അമ്മാമ്മേനെ നിങ്ങൾ പലപ്പോഴും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടോ. അപ്പോൾ അമ്മാമ്മയായിട്ട് ഒരു യാത്ര പോകണം, ഇൻ്റർനാഷണൽ യാത്ര പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. സത്യം പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മൂന്നാറൊക്കെ പോയപ്പോൾ എനിക്ക് അമ്മാമ്മേനെ അന്ന് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മാമ്മ അന്ന് മൂന്നാർ കാണുന്നത്. അപ്പോൾ അമ്മാമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മാമ്മേനെ അങ്ങനെ കാണിക്കാൻ പറ്റി. അപ്പോൾ ഏകദേശം അന്ന് തുടങ്ങി, അത് നമ്മൾ പോകുന്ന 2021 ഫെബ്രുവരിയാണ്. അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്, അമ്മാമ്മേനെ എപ്പോഴെങ്കിലും ഒരു ഇൻ്റർനാഷണൽ യാത്ര പോകുമ്പോൾ ഒന്ന് കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കൊണ്ടുപോയി കാണിക്കണമെന്ന്. ആൻഡ് ഫൈനലി അത് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അമ്മാമ്മയുണ്ട്, അതുപോലെ അമ്മയുണ്ട്. അമ്മാമ്മയായിട്ടാണ് ഇപ്രാവശ്യത്തെ യാത്ര. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുക അച്ഛനെയും വൈഫിനെ കൊണ്ടുപോകുന്നില്ലെന്ന്. അത് നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും പിന്നെ വേറെ ബുദ്ധിമുട്ടുകളുണ്ട്. വൈഫിന് അവളിവിടെ ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ലീവും കാര്യങ്ങളൊന്നും അത്രയും കിട്ടില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 20-25 ദിവസത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത്രയും ദിവസം ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാനും. ആക്ച്വലി ഷോർട്സിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചിലർ കമൻറ്റ് ചെയ്തു അത് വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. യെസ്, വിസയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നു. അപ്പോൾ വിസ കിട്ടി, ടിക്കറ്റ് റെഡിയായി, എല്ലാം സെറ്റാണ്. ഞങ്ങളിനി മറ്റന്നാൾ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ, അമ്മേനെയും വിളിക്കാം, അവർ പറയും. ഗൈസ്, അങ്ങനെ യാത്ര പോകാൻ പോകുന്ന 2 കുട്ടികൾ എത്തിയിരിക്കുകയാണ്. അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്. അമ്മാമ്മ, നമ്മൾ രാജ്യം വിടാൻ പോവുകയാണ്. സന്തോഷമല്ലേ? സന്തോഷം. കാത്തിരിക്കുകയായിരുന്നു ഒന്ന് പോകാൻ. അതെ, അമ്മാമ്മ പലപ്പോഴായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ നമ്മൾ എപ്പോഴാണ് പോകണമെന്ന്. ആക്ച്വലി എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന് പറഞ്ഞില്ല. എങ്ങോട്ടാ പോകണം അമ്മാമ്മ പറഞ്ഞോ? നമ്മൾ മോൻ പറഞ്ഞ ദുബായി പോവാന്നല്ലേ. മോൻ പറഞ്ഞ ദുബായി? മോൻ പറഞ്ഞ് നമുക്ക് ദുബായി പോകാം. യെസ്, അപ്പോൾ നമ്മൾ ദുബായിലേക്കാണ് യാത്ര പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദുബായ് പോയി വന്ന്, അല്ലേ, കഴിഞ്ഞ വർഷം ആദ്യം ഞാനും പൂജ കൂടെ മലേഷ്യ പോയി, അത് കഴിഞ്ഞ് ദുബായ് പോയി, അത് കഴിഞ്ഞ് ശ്രീലങ്ക പോയി. അങ്ങനെ 3 യാത്രകൾ നടത്തിയായിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഞാൻ ദുബായ് പോയി തിരിച്ചു വന്നത്. അപ്പോൾ തുടങ്ങി ഞാൻ ആഗ്രഹിക്കണതാണ് അമ്മാമ്മയായിട്ടൊന്ന് ദുബായ് പോകണമെന്ന്. അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഉണ്ട്. പക്ഷെ അന്ന് ഞങ്ങളിത് തീരുമാനിച്ചു. പക്ഷേ പല കാരണങ്ങളാൽ ഇത് ഇങ്ങനെ, നമ്മൾ ആക്ച്വലി കഴിഞ്ഞ നവംബറിലൊക്കെ പോകാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ പല കാരണങ്ങളുണ്ട്. അതെ, ആദ്യം ഞാൻ വിചാരിച്ച് ഞാനും അമ്മാമ്മയും മാത്രം പോയി ഒന്ന് ദുബായ് കണ്ടിട്ട് വരാമെന്ന്. പക്ഷേ പിന്നെയാണ് ഞാൻ ആലോചിച്ച് അമ്മാമ്മയായിട്ട് പോകുമ്പോൾ എന്തായാലും അല്ലേ അമ്മാമ്മയുടെ കൂടെ ഒരാൾ വേണം. അമ്മ വേണ്ടേ? വേണം, നമുക്ക് കൂട്ട് വേണം. അതെ, അപ്പം അങ്ങനെ അമ്മയായിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പം പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ഫെബ്രുവരി തുടങ്ങിയതാണ് ഇതിൻ്റെ പ്ലാനിങ്.
നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ദുബായിലേക്ക് പോയവരെന്ന് വെച്ചാൽ അത്യാവശ്യം ചിലവേറിയ ഇതാണ് അല്ലേ മാമേ? അപ്പോൾ അതൊക്കെ അപ്പോൾ അമ്മാമ്മയുടെ എന്നോട് ചോദിക്കും എത്ര പൈസയാവും എങ്ങനെയാവും അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അമ്മാമ്മ ചിന്തിക്കണ്ട, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ വരണം, വരിക, കാഴ്ചകൾ കാണുക, റെഡിയല്ലേ? യെസ്. അപ്പം ഈ ഒരു യാത്രയ്ക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് മാത്രം പൈസ ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പ് സഹായങ്ങൾ അങ്ങനെയൊക്കെ വേണം. അപ്പം ഞാൻ ഒത്തിരി ബ്രാൻഡുകളെ അങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഫൈനലി ഈ യാത്ര ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി തരുന്നത് 2 ബ്രാൻഡുകളാണ്. ഏതൊക്കെയാണെന്ന് അറിയാം നമുക്ക്? ഒരെണ്ണം ഓഫ് കോഴ്സ് നമ്മളുടെ ട്രാവൽ പാർട്ണർ ഹാരിസിക്കയാണ്, റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാരിസിക്കയുടെ വീഡിയോസ് പലരും കാണുന്നതാണ്. അപ്പോൾ ഹാരിസിക്കയാണ് നമുക്ക് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്, വിസയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ മെയിൻ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലാണ്. നമ്മളുടെ ഫാസിൽ ബ്രോ, നിങ്ങൾ സുജിത് ഭക്തഞ്ചാൻ്റെ വീഡിയോസിലൊക്കെ UK പോകുമ്പോൾ ഫാസിൽ ബ്രോനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫാസിൽ ബ്രോൻ്റെ സ്ഥാപനമാണ് സ്റ്റഡി ലിങ്ക്സ്, ഒരു സ്റ്റഡി അബ്രോഡ് സംബന്ധമായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പം നിങ്ങൾക്ക് അബ്രോഡ് സ്റ്റഡീസിന് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇങ്ങനെയുള്ള ട്രാവൽ റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഹാരിസിക്കയുടെ റോയൽ സ്കൈ ആയിട്ട് ബന്ധപ്പെടാം. ഞാൻ ആദ്യമായിട്ട് തായ്ലൻഡൊക്കെ പോയത് ഹാരിസിക്കയുടെ റോയൽ സ്കൈയുടെ ഒപ്പമാണ്. നമുക്കിനി തായ്ലൻഡ് പോകണ്ടേ മാമേ? ഹാരിസിക്ക പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് പിടിക്കാം. അപ്പം ഈ 2 പേർക്കും, റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ ഹാരിസിക്കും സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിൻ്റെ ഫാസിൽ ബ്രോനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരുപാടധികം നന്ദി അറിയിക്കുകയാണ്. അല്ലേ? 2 പേരും ഞങ്ങളുടെ നന്ദി. അതെ. അപ്പോൾ നമ്മൾ ഇതൊരു സെപ്പറേറ്റ് സീരീസ് ആയിട്ടാണ് നമ്മളെ ചാനലിൽ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അനൗൺസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അല്ലേ? അതെ. സീരീസിൻ്റെ പേരെന്താണെന്നറിയോ? അറിയാൻ പാടില്ല. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇനി പല വീഡിയോസിൽ നിങ്ങളത് കേൾക്കാനുള്ളതാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ ഞാനത് പറയാം. എല്ലാവർക്കും വെൽക്കം ടു സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ പ്രസൻസ് അമ്മാമ്മ ഇൻ ദുബായ്. എങ്ങനെയുണ്ട് പേരമ്മാമ്മ? കൊള്ളാം. അമ്മാമ്മനെ ദുബായിക്ക് കൊണ്ടുപോകാൻ പോണു. അതെ. അപ്പോൾ അമ്മാമ്മ ഇൻ ദുബായ് സീരീസിലെ ആദ്യത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹാരിസിക്കയുടെ റോയൽ സ്കൈ സ്ഥാപനത്തിൽ പോയി നമുക്ക് വിസ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ജസ്റ്റ് അതൊന്ന് കളക്ട് ചെയ്യണം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ദുബായിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. നമുക്ക് ആക്ച്വലി ഇനി 1 ദിവസം കൂടി ഉള്ളൂ. മറ്റന്നാൾ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങാറായിട്ടുണ്ടാവും കേട്ടോ. പാക്കിംഗ് ഒക്കെ തുടങ്ങിയാ? തുടങ്ങാൻ പോണല്ലോ. അമ്മമ്മ എടുത്ത് വെച്ചാ മുണ്ട് ചുരിദാറൊക്കെ എടുത്ത് വെക്ക്. അവിടെ ചെന്ന് ഓടി നടക്കണ്ടേ? അമ്മാമ്മക്ക് സെറ്റ് സാരി എല്ലാം അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഹാരിസിക്ക അടുത്തേക്ക് പോകാം അല്ലേ? ഹാരിസിക്കൻ്റെ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് റോയൽ സ്കൈയിലേക്ക് പോവാം. കമോൺ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഊബറിനാണ് പോകുന്നത്. കാര്യം വണ്ടി സർവീസിനോടത്തേക്കാണ്. അപ്പോൾ ഇനി ഹാരിസിക്കയുടെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ട് പോവാം. അപ്പോൾ ഊബർ ഞാൻ വിളിച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. മാമനെ കേട്ടണം. ചേർക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയേക്കാണ്. ഈ ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടാണ് ഇപ്പോൾ റോയൽ സ്കൈയുടെ പുതിയ ഓഫീസ് കേട്ടോ. അതായത് ഇതിന് മുമ്പ് അവിടെ ആ ജംഗ്ഷൻ്റെ അപ്പുറത്തായിരുന്നു ഓഫീസ്. ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ആ ഷട്ടറിൻ്റെ താഴെയുള്ള സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2nd ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ആഹാ, ആരാണ് ചിരിച്ചിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ ഇക്ക ഹാരിസിക്കയുടെ ഒരു ഫ്ലെക്സ് നമുക്ക് കാണാം, റോയൽ സ്കൈയുടെ. അപ്പം ഇനി 1 ഫ്ലോറും കൂടി കയറാനുണ്ട്. ഇതിൻ്റെ മുകളിലാണ്, 2nd ഫ്ലോറാണ്. അമ്മാമ്മ ഹാരിസിക്ക നിൽക്കണുണ്ടോ? ഒരു ചാറ്റ് കൊടുത്തോ ഹാരിസിക്കയ്ക്ക്? വാ മുകളിലേക്ക് വാ. വാ മാമേ. നമ്മൾ റോയൽ സ്കൈൻ്റെ പുതിയ ഓഫീസുണ്ട്. ഇത് വന്നോ, എവിടെ ഇരിക്കാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ റോയൽ സ്കൈൻ്റെ ഓഫീസിലാണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് ഹാരിസിക്ക ഇവിടെ ഇല്ല. അപ്പോൾ അതിന് പകരം നമുക്ക് GM കൃഷ്ണകുമാർ സാറുണ്ട്. ഹായ് സാർ. ഹാരിസിക്ക എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ നിന്ന് എത്തിയുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ചൈനക്ക് പോയി.
ഓ ഞാൻ വിളിച്ചപ്പോൾ ടൂറിലായിരുന്നു പറഞ്ഞു 2 ദിവസം മുമ്പ് അവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വിസ റെഡിയാണ്. എന്നാൽ പിന്നെ അമ്മയും കൂടി മേടിച്ചോ കേട്ടോ. ആ കൊടുത്തോ സാർ. അപ്പം അമ്മമ്മയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയാണ് കേട്ടോ. ആ മേടിച്ചോ യെസ് താങ്ക് യു സാർ. സന്തോഷം. അതെ അതെ. അപ്പോൾ ഞാൻ വെച്ചാൽ ദുബായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടൊരു ഫീൽ കിട്ടുമല്ലോ. ഒത്തിരി ഇതുണ്ട്. പോവാ മാമേ വാ. ഓക്കെ അങ്ങനെ നമ്മൾ റോയൽ സ്കൈയിൽ നിന്ന് ഇറങ്ങി. നമുക്ക് വിസ കിട്ടി. വളരെയധികം സന്തോഷം. ഇനി നമുക്ക് അടുത്ത കുറച്ച് ടാസ്കുകളുണ്ട്. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കലൂർ. അവിടെ പോയി വണ്ടി എടുക്കണം. അതിനുശേഷമാണ് കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ഉള്ളത് പോകുന്നതിന് മുന്നേ. അപ്പോൾ നമുക്കിനി നേരെ വണ്ടി എടുക്കാൻ പോവാം. അമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മാമ്മയുടെ അടുത്ത്. നോക്കിയോ ഗൈസ്. അങ്ങനെ നമ്മൾ കലൂരുള്ള റെനോ ഷോറൂം ആൻഡ് സർവീസ് സെൻ്ററിലെത്തി. ആൻഡ് ഇവിടെ വെച്ച് അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടച്ചാ എന്തൊരു വിഷമം പോലെ. നമ്മുടെ വണ്ടി ഇവിടെ കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് വേറെ ജീലേ എടുത്തോട്ടെ വീഡിയോ. കുഴപ്പമില്ലല്ലോ. സുഖമല്ലേ? എന്തായി സെറ്റായില്ലേ കാര്യങ്ങളൊക്കെ? ഇതല്ലേ? ഓ സോറി പെട്ടെന്ന് കേട്ടത് വണ്ടി മാറിപ്പോയി. ഞാൻ നമ്പർ ഞാൻ നോക്കിയില്ല ഗൈസ്. ഇവിടെയാണ് വണ്ടി. ഓക്കെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങാം. ഓക്കെ അങ്ങനെ നമ്മൾ ബില്ലും പരിപാടിയെല്ലാം സെറ്റിൽ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാം. കയറിക്കാമേ. അമ്മമ്മേ വാ കയറിക്കോ. വണ്ടി നല്ല കഴുകി നല്ല തിളക്കമായിട്ടുണ്ട്. എന്നാ തുറക്കാൻ പറ്റും. ഞാൻ എടുത്തോളാം കേട്ടോ. അപ്പോൾ ചെയ്യില്ലേ? താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ഓക്കെ. ഗൈസ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോത്തീസിലെത്തിയിരിക്കുകയാണ്. യാത്രയ്ക്ക് ആക്ച്വലി ഇവിടെ പെട്ടികൾക്കൊക്കെ നല്ല ഓഫറുണ്ട് എന്ന് അമ്മ എവിടെയോ പരസ്യം കണ്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ ആക്ച്വലി 1-2 പെട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. ഒരെണ്ണം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അമ്മാമ്മേ അതാണ് ചെരുപ്പ് നോക്കണോ? വീട്ടിലിടാൻ അതാ പോകുമ്പിടാൻ പുതിയ ചെരുപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വീട്ടിലിടാനുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കൂടി എടുത്തിട്ട്. പക്ഷേ ഇതല്ലല്ലോ, വേറെ നല്ല ചെരുപ്പ് ഉണ്ടാവും. ചെരുപ്പ് ഇതേ ഉള്ളൂ, വേറെ ചെരുപ്പിൻ്റെ സെക്ഷൻ ഉണ്ടാവും വേറെ. നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാം നമുക്ക്. അതെ അച്ഛനും അമ്മയും കൂടി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും അപ്പുറത്തേക്ക് പോയി. അവിടെ കുറച്ച് പെട്ടികളുടെ സെക്ഷൻ ഉണ്ട്, അവിടെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. കുറച്ചൊരു നല്ല വലിയ ക്യാബിനല്ല, ചെക്കിൻ ലഗേജ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നോക്കട്ടെ. അത് മറ്റേ ഏതാ സ്വിസ് എത്ര പ്രൈസ് അതിൻ്റെ? എല്ലാം സെയിം കമ്പനി അല്ലേ? അങ്ങനെ പെട്ടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അമ്മാമ്മക്കൊരു പെട്ടി, ഒരു ഫുൾ വലുത് കേട്ടോ. നമുക്ക് ആക്ച്വലി അരിസ്റ്റോക്രാറ്റിന് ഓഫർ ഉണ്ടായിരുന്നു. 3 ഇതുപോലത്തെ 3 പീസ്. ഇത് തന്നെ ഇതുപോലത്തെ 3 പീസ് നമുക്ക് 5,999 കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടികൾക്ക് എണ്ണം കൂടുതലാണ് വേണ്ടത്. ഇത് അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള. എന്താ ഇതിപ്പോൾ ഒരു പീസിന് 4,000 4,800. ഇതാകുമ്പോൾ 3 പീസ്. പക്ഷെ ഇത് ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് 3 പീസ് നമുക്ക് 5 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ 3 പീസ് 5,999 കിട്ടുന്നത് നല്ലത് ആക്ച്വലി. അപ്പോൾ 3 പെട്ടികളിലായിട്ട് നമ്മുടെ സാധനങ്ങൾ വയ്ക്കാമല്ലോ. അത് അത്യാവശ്യം ലാഭമല്ലേ അമ്മമ്മേ? അല്ലേ? കുഴപ്പമില്ല, 3 പെട്ടി കിട്ടിയല്ലോ. എന്തായാലും നമുക്കിനി പോയി ബില്ല് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ ഇടാനായിട്ടൊരു ഷൂ നോക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഈ സ്ലിപ്പ് ഓൺ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറ്റിയിട്ടുകൊണ്ട് പോകാൻ പറ്റും. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷൂ മേടിച്ചിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ ഒടുക്കത്ത വിലയാണ് ഇതിന്. എനിക്ക് തോന്നുന്നു ഇതിന് 6,000. ഈ ഷൂവിന് 6,000 വിലയുണ്ട്. അതെന്തായാലും നമുക്കിപ്പോൾ വേണ്ട. പിന്നെ അതിവിടെ ഈ 2 കളർ കൊള്ളാം. ഇത് പ്യൂമയുടെ ആണ്. ഇതെനിക്ക് തോന്നുന്നു എന്തായാലും സ്കെച്ചേഴ്സിൻ്റെ അത്രയും വില ഉണ്ടാവില്ല. ഇതിന് 3,800. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ മറ്റേ വെസ്റ്റ് സൈഡിൽ പോകുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഷൂ, സ്ലിപ്പ് ഓൺ ടൈപ്പ് ഷൂ നമുക്ക് നല്ലത് കിട്ടും. അവിടെയും കൂടി നോക്കിയിട്ട് ഫൈനൽ തീരുമാനിക്കാം. അമ്മയും കൂടി അവിടെ അമ്മാമ്മയ്ക്ക് ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ അമ്മേ? ഇങ്ങോട്ട് നടന്നു അമ്മാമ്മേ, നടന്നു നോക്ക്. പുതിയ ചെരുപ്പിട്ട് അമ്മാമ്മ നടന്ന് ടെസ്റ്റ് ചെയ്യാണ്. അല്ല അത് വലുതല്ല, ഒരു ഇച്ചിരി സ്ഥലം വേണ്ടേ കാലപ്പുറം.
അല്ലെങ്കിൽ തീരെ ചെറുതായി പോയി, അതിലും ചെറുതെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഗൈസ്, അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയ ഞങ്ങൾ എല്ലാം കഴിഞ്ഞില്ലേ. അമ്മയുടെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇപ്പോഴും തീരുമില്ല. അമ്മമ്മയ്ക്ക് ചെരുപ്പെല്ലാം കിട്ടിയില്ലേ? പോവാം, ഹാപ്പിയായി. അടിപൊളി 1-2 എന്താണ് ഞങ്ങളൊരു ജ്യൂസും കൂടി കുടിച്ചായിരുന്നു, അതൊന്നും കുറച്ച് സമയം എടുത്തു. കുഴപ്പമില്ല, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം എക്സൈറ്റഡ് ആണ്. എനിക്ക് എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എല്ലാം ഉണ്ട്. കാര്യം അമ്മാമ്മയായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അമ്മ കൂടെ ഉണ്ട്, പക്ഷേ അമ്മയും ഇങ്ങനെ അബ്രോഡ് യാത്ര ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ വളരെയധികം എക്സൈറ്റഡ് ആണ്. അതുപോലെ ടെൻഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ വരിക എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പം കാര്യം ഇത് ഞാൻ മെയിൻലി ചെയ്യുന്നത് എനിക്ക് ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് അമ്മാമ്മയായിട്ട് ഈ സ്ഥലത്തൊക്കെ പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ വീഡിയോസ് കൂടി എനിക്ക് പിന്നെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ഒരു യാത്ര യാഥാർത്ഥ്യമാക്കി തന്ന നമ്മളുടെ മെയിനായിട്ട് നമ്മളെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ ആണ്, നമ്മളുടെ ഫാസിൽ ബ്രോ. അപ്പോൾ സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ ആക്ച്വലി 15 വർഷത്തോളമായിട്ട് ഈ ഒരു സ്റ്റഡി അബ്രോഡ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് അവരുടേത്. ഇപ്പോൾ നിങ്ങൾക്ക് UK, അതർ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ MBBS നഴ്സിംഗ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് തരുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് സ്റ്റഡി ലിങ്ക്സ്. നമ്മുടെ കൊച്ചിയിലാണ് അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത്. നമ്മളുടെ സുജിഭക്തൻ ചേട്ടനാണ് അത് ഇനോഗ്രേറ്റ് ചെയ്ത ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുജിത്തേട്ടനാണ് ബ്രാൻഡ് അംബാസഡറായിട്ടും ഉണ്ട് സ്റ്റഡി ലിങ്ക്സിൻ്റെ. അപ്പം ഒത്തിരി സന്തോഷം. സ്റ്റഡി ലിങ്ക്സായിട്ട് എന്താ പറയുക, കൊളാബ് ചെയ്ത് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട്. ആരും എന്നെ വിളിക്കുന്നു. അതുമാത്രമല്ല, തിരുവനന്തപുരം തുടങ്ങി മംഗലാപുരം വരെ 9ഓളം ബ്രാഞ്ചുകൾ ഉണ്ട് സ്റ്റഡി ലിങ്ക്സിന്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ വരുന്ന വീഡിയോസിൽ ഇനി ഒത്തിരി അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളും എല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മാക്സിമം അടിപൊളിയാക്കി തന്നെ വീഡിയോസ് ചെയ്യാൻ, ഒരുപാടധികം വ്ളോഗുകൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ വഴിയെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വ്ളോഗിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ മ്യൂസിഷ്യൻ വ്ളോഗ്സ്. അപ്പോൾ അമ്മാമ്മ ഇൻ ദുബായിയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.